അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കാരുണ്യത്താൽ ക്യൂക്യൂടിയുമായി നാം കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവസരം തന്ന നാഥനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ. ഇന്നത്തെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തസ്ബീഹിന്റെ സമയത്തെക്കുറിച്ച് 2 ആയത്തുകളിലായി പരാമർശിക്കുന്നുണ്ട്. ആശയം ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ആകാശങ്ങളിലും ഭൂമിയിലും അവനു തന്നെയാകുന്നു സ്തുതി. വൈകുന്നേരവും ഉച്ചതിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക. ഏതാണ് ഈ സൂറത്ത്? ഏതാണ് ഈ ആയത്തുകൾ? സഹോദരങ്ങളെ, 30-ാം അധ്യായം സൂറത്തുർ റൂം 17-18 വചനങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യൻ വഹീന തുൽഹിറൂൻ. ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ആകാശങ്ങളിലും ഭൂമിയിലും അവനു തന്നെയാകുന്നു സ്തുതി. വൈകുന്നേരവും ഉച്ചതിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക. സഹോദരങ്ങളെ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കാലത്തിന്റെ ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന 2 വചനങ്ങൾ. സൂര്യനുമായുള്ള അടുപ്പമനുസരിച്ച് 3 നേരങ്ങളുണ്ട്: പ്രഭാതവും സന്ധ്യാവേളകളും ഉച്ചനേരവും. വെളിച്ചത്തിന്റെ തീവ്രത അനുസരിച്ചുള്ള വേറെയും കുറെ നേരങ്ങൾ: സുബ്ഹ്, ളുഹ, അസ്ർ, മഅരിബ്, ഇശാ, തഹജ്ജുദ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന പല മാറ്റങ്ങളും ഈ നേരങ്ങളിൽ നടക്കുന്നുണ്ട്. ഇരുട്ടുമാറി വെളിച്ചം പരക്കുന്നു. മാറിയ ഇരുട്ടുകൾ അവിടെവിടെ ഒതുങ്ങിക്കൂടുന്നു. കാലത്ത് കാണുന്ന അനന്തമായ നീളമുള്ള നിഴൽ ഉച്ചയാകുമ്പോഴേക്കും ഒന്നുമില്ലാതെയായി കാലിനടിയിൽ ഒളിക്കുന്നു. ഉച്ച തിരിഞ്ഞാൽ ഒളിഞ്ഞ നിഴലിനു നീളം വെച്ചു തുടങ്ങുന്നു. സന്ധ്യയായാൽ അതിന് നീളം കൂടിക്കൂടി മൊത്തം ഇരുട്ടിൽ ലയിച്ചു പോകുന്നു. ജീവജാലങ്ങളിലുമുണ്ട് അതുപോലുള്ള ചില അവസ്ഥകൾ. ഉദയാസ്തമയങ്ങളിലെ പക്ഷികളുടെ തസ്ബീഹുകൾ അതിന് നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. സസ്യജാലങ്ങളിലും കാണുന്നുണ്ട് അത്തരം ചില വ്യതിയാനങ്ങൾ. സസ്യങ്ങൾ പകലിൽ ഓക്സിജൻ നൽകി മനുഷ്യനെ സഹായിക്കുന്നു. അതുവഴി അവ ആഹാരം കണ്ടെത്തുന്ന ഒരു ഘട്ടം കടക്കുന്നു. രാത്രിയിൽ മനുഷ്യരെ പോലെ ഉൽപ്പാദിപ്പിച്ച ഓക്സിജൻ അതുപയോഗിച്ച് ആഹാരത്തിന്റെ 2ാം ഘട്ടം താണ്ടുകയാണവർ. കടലിലുമുണ്ട് ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ. വേലിയേറ്റവും വേലിയിറക്കവും. സുബ്ഹാനല്ലാഹ്. അവിടെയും നമുക്കറിയാത്ത പലതരം കാണാ കാഴ്ചകൾ നടക്കുന്നുണ്ടാകണം. സഹോദരങ്ങളെ, തഹജ്ജുദ് നേരം റബ്ബിന്റെ 1-ാം ആകാശത്തേക്കുള്ള ഇറക്കത്തിന്റെ സമയമാണ്. സുബഹിക്കും സന്ധ്യക്കും മാലാകമാരുടെ ആകാശഭൂമികളിലേക്കുള്ള ചലനങ്ങളാണ്. അല്ലാഹു തആല പറയുകയാണ്: അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. സൂറത്തു ഇസ്രാ 85-ാം വചനം. നാഥനെ കുറിച്ച്, ലോകത്തെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അറിവുകളെല്ലാം, അനുഗ്രഹങ്ങളെല്ലാം റബ്ബിനെ സ്മരിക്കാനാണ്, റബ്ബിനെ ഓർക്കാനാണ്, റബ്ബിന് ശുക്ർ നൽകാനാണ്. സഹോദരങ്ങളെ,
ആയത്തുകൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഇല്ലാതാവുന്ന ഇരുൾ വീണ്ടും ഉണ്ടാവുന്ന പോലെ മനുഷ്യരിലെ വേണ്ടാധീനങ്ങൾ വീണ്ടും തലപൊക്കും. ഈമാനിന്റെ വെളിച്ചം വർദ്ധിപ്പിച്ച് അവയെ കാലിനടിയിൽ നാം തളക്കണം. പ്രകൃതി മാറ്റം കാണും മാത്രയിൽ റബ്ബിലേക്ക് മടങ്ങണം. പാഠം 2. സൂര്യനുമായുള്ള അടുപ്പം മൂലമുള്ള നിഴൽ വ്യത്യാസം ഖുർആനിക ബന്ധത്തിന്റെ ആവശ്യകത പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനുമായുള്ള ബന്ധം നമ്മിലെ വേണ്ടാധീനങ്ങൾ ഒഴിവാക്കും. പാഠം 3. വെളിച്ചത്തിന്റെ തീവ്രത പോലെ ജീവിതത്തിലും സുഖദുഃഖ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെയും റബ്ബിനെ സ്മരിക്കാനുള്ള നേരങ്ങളായി ഈ സമയങ്ങളെ നാം കാണണം. ദുഃഖമായാലും സുഖമായാലും റബ്ബിന്റെ സ്മരണ വെടിയാൻ പാടില്ല. പാഠം 4. പ്രകൃതി മാറ്റങ്ങൾ പോലെ സമൂഹത്തിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രാജാധികാരം മാറാം, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാം. അപ്പോഴും റബ്ബിനെ വണങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നാം നിലനിർത്തണം. പാഠം 5. ഇരുട്ടിന്റെ ഉദയാസ്തമയം പോലെ ജീവിതാവസ്ഥകളിലും ചക്രങ്ങളുണ്ട്. സമ്പത്ത് പിശുക്കൻ ഡിഗ്രി സമ്പാദിക്കുന്ന രക്ഷാകർത്താക്കൾ, ആ പേര് മാറ്റാൻ കുതിച്ച് ദുർവ്യയവും പൊങ്ങച്ചവും ശീലമാക്കുന്ന മക്കൾ, അതുമൂലം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്ന അടുത്ത തലമുറ, അവരിലാണ് പിശുക്ക് അത്യാവശ്യമായി മാറി ചക്രമായി തിരിയുന്നത്. ആ ചക്രം മാലോകരെ ഓർമ്മിപ്പിക്കുന്നത് നിഴലുകളുടെ മറ്റൊരു ജോലിയാണ്. ഉദയാസ്തമയങ്ങളിലെ പക്ഷികളുടെ തസ്ബീഹുകൾ ആരും ദഅവത്ത് ചെയ്തിട്ടല്ല, റബ്ബിന്റെ മഹത്വം കണ്ട് സ്വമേധയാ ചെയ്യുന്ന വണക്കമാണത്. നമ്മുടെ സുജൂദും അത്തരം ഗണത്തിൽ പെടണം. റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കി നാം തുടങ്ങണം. സസ്യജാലങ്ങളിലുള്ള വ്യതിയാനങ്ങൾ സമൂഹത്തിൽ നമ്മുടെ കൊടുക്കൽ വാങ്ങൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സമ്പത്ത് സമൂഹത്തിൽ മുതലിറക്കി കച്ചവടം ചെയ്യാൻ ആഹ്വാനം നൽകുന്നതാണ്. അതുവഴി നാട്ടുകാർക്കും തനിക്കും ഒപ്പം ഉപജീവനം ഒപ്പിക്കേണ്ട കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. പകലിൽ ഓക്സിജൻ നൽകി മനുഷ്യനെ സഹായിക്കുന്നു. അതുവഴി അവ ആഹാരം കണ്ടെത്തുന്ന ഒരു ഘട്ടം കടക്കുന്നു. രാത്രിയിൽ മനുഷ്യരെ പോലെ ഉൽപ്പാദിപ്പിച്ച ഓക്സിജൻ ഉപയോഗിച്ചാണ് ആഹാരത്തിന്റെ 2ാം ഘട്ടം അത് താണ്ടുന്നത്. പോരാ, വേലിയേറ്റവും വേലിയിറക്കവും സുബഹിക്കും സന്ധ്യക്കും മാലാകമാരുടെ ആകാശഭൂമികളിലേക്കുള്ള ചലനങ്ങളും എല്ലാം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ചിന്തിച്ച് പറയേണ്ട കാര്യമാണ്. ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരുമ്പോ അറിയാതെ നമ്മുടെ മനോമുകുരങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ട വാക്കുകളാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇതൊന്നും. നീ എത്രയോ പരിശുദ്ധനാണ്. അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.